ദേവിയുടെ ധ്യാന ശ്ലോകം തുടരുകയാണ്. സകുങ്കുമവിലേപന മളിക ചുംബിക സ്തൂരികാം സമന്ദഹസിദേശണാം സജാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപിതോ സ്മരേദംബികാം. സകുങ്കുമ വിലേപന മളിക ചുംബിക സ്തൂരികാം, അതായത് കുങ്കുമ ലേപനം അണിഞ്ഞവളും കസ്തൂരിക നെറ്റിയിൽ കസ്തൂരിയാൽ അലങ്കരിക്കപ്പെട്ടവളും സമന്ദഹസിദേശണാം സദാസമയം മന്ദഹാസവദനയായിരിക്കുന്നവൾ, മന്ദഹാസത്തോടു കൂടിയിരിക്കുന്നവളും സചരജാവ പാശാങ്കുശാം കൈകളിൽ എന്താണ് മന്ദഹാസം കലർന്ന നോട്ടത്തോടു കൂടിയവളും കൈകളിൽ എന്താണ് അങ്കുശത്തോട് ആയുധത്തോടു കൂടി പാശം ചാപം അങ്കുശം തുടങ്ങിയ ശരം ചാപം പാശം അങ്കുശം തുടങ്ങിയ എന്നിവ ധരിച്ചവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അശേഷജന മോഹിനി മരുണമാല്യഭൂഷാംബരാം. അശേഷജന മോഹിനി ദേവി എന്താ ചെയ്യുന്നത്? എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നു. അങ്ങനെ മോഹിപ്പിക്കുന്നവളുമായിട്ടുള്ള ആ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. മരുണമാല്യഭൂഷാംബരാം, അതായത് അരുണമാല്യമാകുന്ന അലങ്കാരത്തോട് കൂടിയവൾ ജനങ്ങളെ എല്ലാവരെയും മോഹിപ്പിക്കുന്നവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ജപാകുസുമ ബാസുരാം ജപവിദോ സ്മരേദംബികാം. അങ്ങനെ വസ്ത്രങ്ങളെല്ലാം അലങ്കരിച്ചിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തോടു കൂടിയവളായിരിക്കുന്ന അത്രയധികം ശോഭയോട് കൂടിയിരിക്കുന്ന ആ അംബികയെ ലോകമാതാവിനെ ജപവിദോ സ്മരേദംബിക ജപിക്കുന്ന അവസരത്തിൽ ധ്യാനിക്കണം. അതായത് നമ്മൾ എപ്പോഴൊക്കെയാണോ ജപം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒക്കെയാണോ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അപ്പോഴെല്ലാം തന്നെ ഈ ധ്യാന ശ്ലോക സമയത്ത് അങ്ങനെയുള്ള ദേവിയെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അതായത് കുങ്കുമ ലേപനം അണിഞ്ഞവളും നെറ്റിയിൽ കസ്തൂരിയാൽ അലങ്കരിക്കപ്പെട്ടവളും മന്ദഹാസ വദനയായിട്ടുള്ള നോട്ടത്തോടു കൂടിയവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അതായത് ശരം ചാപം അങ്കുശം തുടങ്ങിയ ധരിച്ചവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയാർന്നവളുമായിട്ടുള്ള ആ അംബികയെ ജപവിദോ സ്മരേദംബികാം ജപ അവസരത്തിൽ സ്മരിച്ചു കൊള്ളണം. അരുണാ കരുണാ തരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപം അണിമാതിവിരാവൃതാമയുക്യേ അഹമിത്യേവ വിഭാവയേ ഭവാനിം. അരുണാ കരുണാ തരംഗിതാക്ഷിം, അരുണ വർണ്ണമാർന്നവളും കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളോട് കൂടിയവളും കാരുണ്യം വെട്ടുന്ന കണ്ണുകളോട് കൂടിയവളും അരുണവർണ്ണമാർന്നവളും കാരുണ്യം ഒളിചിന്നുന്ന കണ്ണുകളോട് കൂടിയവളുമായിട്ടുള്ള പിന്നെ ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അങ്കുശം പാശം പുഷ്പബാണങ്ങൾ ചാപം എന്നിവ ധരിച്ചവളുമായിട്ടുള്ളവളും അണിമാതി വിരാവൃത മയുക്കേ അണിമാതി അഷ്ട ഐശ്വര്യത്തോട് കൂടിയവളുമായിട്ടുള്ള ദേവിയെ അഹമിത്യേവ വിഭാവയേ ഭവാനിം. അങ്ങനെ ആയിരിക്കുന്ന ആ ദേവിയെ ഞാനിതാ ധ്യാനിക്കുന്നു. അതായത് അരുണ വർണ്ണമാർന്നവളും കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളോട് കൂടിയവളും അങ്കുശം പാശം പുഷ്പബാണങ്ങൾ തുടങ്ങിയവ ധരിച്ചവളും അണിമാതി ഐശ്വര്യത്തോടുകൂടി 8 ഐശ്വര്യത്തെയാണ് പറയുന്നത്. 8 ഐശ്വര്യത്തോടു കൂടിയും അഷ്ട ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവളുമായ അങ്ങനെ ഉള്ള 8 ഐശ്വര്യത്തോടു കൂടി അഷ്ട ഐശ്വര്യത്തോളെ ചുറ്റപ്പെട്ടവളെ എന്നുകൂടി പറയുന്നുണ്ട്. ആ 8 ഐശ്വര്യത്തോടു കൂടിയവളെ അല്ലെങ്കിൽ 8 ഐശ്വര്യത്തോട് ചുറ്റപ്പെട്ടവളുമായിട്ടുള്ള ആ ദേവിയെ ശിവപത്നിയെ സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ ശിവയെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം ഇവിടെ സമാപ്തമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരി ഓം.